ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ബോംബെ മിക്സ്ചർ. അപ്പോൾ ഇത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു മിക്സ്ചറാണ്. യെല്ലോ മിക്സ്ചർ എന്നും പറയും നമ്മളിതിനെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കേരള മിക്സ്ചറിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ ബോംബെ മിക്സ്ചറാണ്. അതിൻ്റെ ഇടയിൽ ആ മസൂർ ദാലൊക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റും ഒക്കെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് മസൂർ ദാൽ വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോംബെ മിക്സ്ചറിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മസൂർ ദാലാണ്. ഇതൊരു തരം പരിപ്പാണ്. ഇതിപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരു ഓറഞ്ച് തരത്തിലുള്ള ഒരു പരിപ്പ്. അപ്പോൾ ആ പരിപ്പ് മുഴുവനോടെ ഉള്ളതാണ് ഈ മസൂർ ദാല്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് ഇരിക്കുക. ഇത് കുതിർത്ത് വരുമ്പോൾ ഇത്രയും കൂടി ലൈറ്റ് കളറാവും. ഇതിപ്പോൾ ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. കുതിർത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് കുതിർത്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഉണ്ടാക്കാനുള്ള ബൂന്തിയും അതുപോലെ തന്നെ സേവും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് കടലമാവാണ്. ഇതിപ്പോൾ 1 കപ്പ് കടലമാവുണ്ട്. കടലമാവ് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി നമുക്ക് വേണ്ടി വരും ഈ റെസിപ്പിയിലേക്ക്. ആദ്യം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു. വറുത്ത അരിപ്പൊടി നമ്മൾ സാധാരണ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണത്. ചേർത്ത് കൊടുത്തു. ഇനി 1 കപ്പും കൂടി ചേർക്കാം. അരിപ്പൊടിയിൽ കട്ടകൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പ്, നമ്മൾ ബോംബെ മിക്സ്ചറിന് ചേർക്കുന്ന ഉപ്പ് ബ്ലാക്ക് സോൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ബ്ലാക്ക് സോൾട്ട് ഒരു കുറച്ച് മതി ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കുകയാണ് നല്ലത് മിക്സ്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ആ ഒരു മഞ്ഞ കളർ കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലൊന്നും ചേർക്കാനില്ല. ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത് ഇത് ഫുള്ള് കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ 1 കപ്പ് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബൂന്തിയും അതുപോലെ തന്നെ സേവും ഉണ്ടാക്കുന്നത്. ഈ ഒരു സെയിം മിക്സ് വെച്ചിട്ട് തന്നെയാണ് രണ്ടും ഉണ്ടാക്കണേ. ഇനി നമുക്കിത് അച്ചിലേക്ക് മാറ്റിയിട്ട് വറുത്തെടുക്കണം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അച്ചാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കണേ. ഏറ്റവും കുഞ്ഞിയ ഓട്ടകളുള്ള അച്ച്. ഇതിനും കുറച്ച് വലുതും കൂടി ഉണ്ടാവും. നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. ഏറ്റവും ചെറിയ ഓട്ടയുള്ള അച്ച് അതാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ആയി വരണം. മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സേവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കി എടുത്തിട്ടാണ് ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സേവാണ് ഉണ്ടാക്കേണ്ടത്. സാധാരണ മിക്സ്ചറൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കാൻ വേണമെങ്കിൽ വരുന്നില്ലേ എന്നുള്ളത്. നേരിട്ട് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കണ്ടില്ലേ, ബോംബെ മിക്സ്ചറിൻ്റെ സേവ് എന്ന് പറയുന്നത് നല്ല തിന്നായിട്ടുള്ള സേവാണ്. നമ്മുടെ സാധാരണ കേരള മിക്സ്ചറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ള സേവാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഭയങ്കര ചെറിയ കട്ടി കുറഞ്ഞതാണ് വേണ്ടു. നമുക്കിതിന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം.
അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇത് ആവി കൈമയ്ക്ക് നന്നായിട്ട് തട്ടും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, ഒരു സ്ഥലത്ത് തന്നെ ചെയ്യാതെ ചുറ്റിച്ചിടുക. ഇത് കട്ടി കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പം നല്ല തീയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നന്നായിട്ട് ബബിൾസ് മാറുമ്പോൾ വേണം നമ്മൾ മറച്ചിടാനായിട്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആയി. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ടിട്ട് ഏറ്റവും ലോയിലിട്ടിട്ട് പിഴിഞ്ഞു കൊടുക്കാം. കാരണം കൈമേലേക്ക് നന്നായിട്ട് ഇത് ആവി തട്ടും. ഇപ്പോൾ നന്നായി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ബബിൾസൊക്കെ ഒരുവിധം കുറഞ്ഞു. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടിഷ്യൂവിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കണേ. കട്ടി കുറവായതുകൊണ്ട് തന്നെ 1-2 മിനിറ്റിൽ തന്നെ ആയി കിട്ടും. ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സേവ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സേവാണ് ഞാൻ വറുത്തെടുത്തത്. കുറച്ച് മാവ് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊട്ടി കിട്ടും. നമ്മളിതിപ്പോൾ നൂലപ്പം പോലെയാവും ആദ്യം ഇരിക്കുക. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇത്രയും മാവ് ബാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് ബൂന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര മാവ് എടുത്ത് ബൂന്തി ഉണ്ടാക്കുന്നതൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ബൂന്തി കുറവാണ് വേണ്ടോ വെച്ചെങ്കിൽ കുറവ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെള്ളമൊഴിച്ച് കലക്കി ഇഡ്ലി മാവിൻ്റെ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. അപ്പോൾ ബൂന്തിക്കുള്ള ബാറ്റർ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു ആ മാവിൽ. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് ആയിരിക്കും വെള്ളത്തിൻ്റെ അളവ് വേണ്ടി വരിക. അത്ര ലൂസല്ല, ഇത്തിരി കട്ടിയായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് എടുക്കുന്ന ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ചേർത്തിട്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കയ്യിലേക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒഴിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒരുവിധം അടങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂവിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മസൂർ ദാൽ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ എടുത്ത് വറുത്ത് കോരുകയാണ് നല്ലത്. മസൂർ ദാലിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ദാലായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിന് ആ പൊട്ടലൊക്കെ ഒന്ന് നിൽക്കും. അപ്പോൾ വേണം നമ്മൾ ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം പോളയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുള്ള എണ്ണയിലേക്കല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ ഞാനപ്പോൾ എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഈ സേവിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ബൂന്തിയും അതുപോലെ തന്നെ മസൂർ ദാലും ചേർത്ത് കൊടുക്കുകയാണ്. ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പം നമ്മളിതിൽ ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ്. ബ്ലാക്ക് സോൾട്ട് വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. സാധാരണ ഉപ്പ് പോലെയല്ല. നമുക്കറിയാലോ ആ മിക്സറിൽ ബോംബെ മിക്സറിൽ ആ ഒരു ടേസ്റ്റ് മുൻപിലേക്ക് നിൽക്കുമല്ലോ, അത് ബ്ലാക്ക് സോൾട്ടിൻ്റെയാണ്. ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കൂടിപ്പോയി നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചേർത്താൽ തന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ ഒരു 2-3 മാസം വരെ കേടാവാതെ ഇരുന്നോളൂ. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ബോംബെ മിക്സ്ചർ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള കുട്ടികളുടെ റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.